ഞങ്ങൾ രാത്രി തന്നെ കന്യാകുമാരിയിലെത്തി. ഹോട്ടൽ ദ ഗോപിനാഥൻസിലാണ് നമ്മൾ റൂം എടുത്തത്. ഞങ്ങൾ ഹാപ്പി ആയിരുന്നു, കാരണം ആദ്യത്തെ ദിവസത്തെ റൈഡാണ്. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ എണീറ്റു, പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. റൂമിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് താഴോട്ട് ഇറങ്ങിയത്, കാരണം രാത്രിയാണ് നമ്മൾ വന്നത് കൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങിയത്. വണ്ടിയിൽ സാധനങ്ങളെല്ലാം കെട്ടിവെച്ചു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ചു, കാരണം ഫസ്റ്റ് ഡേ ആയതുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ഇന്ന് ബാംഗ്ലൂരിൽ എത്തുമെന്നുള്ള ഒരു തീരുമാനമെടുത്തു. നല്ല ദൂരമുണ്ട്, എത്ര രാത്രിയായാലും ബാംഗ്ലൂർ വരെ ഓടിക്കുമെന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ 3 പേരും ഒരുമിച്ചെടുത്തതാണ്. അപ്പം അതുകൊണ്ട് കുറച്ച് ലേറ്റായാലും കുഴപ്പമില്ലയെന്ന് ഞങ്ങൾ ചിന്തിച്ചു. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വെച്ചു. നമുക്ക് പിന്നെ ആവശ്യമായത് നമ്മൾ കഴിച്ചു. പിന്നെ നമ്മളിപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് വണ്ടി നിർത്തേണ്ട ആവശ്യം വരില്ല. ഞങ്ങളിപ്പം ബാംഗ്ലൂരോട്ട് പോകുന്ന വഴിയാണ്. നല്ല വെയിലുണ്ട്, ചൂടൊക്കെ സഹിച്ച് പോകേണ്ടി വരും. രാവിലെ കുറച്ച് ലേറ്റായിപ്പോയി. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം പിന്നിട്ടിട്ടേ ഉള്ളൂ. നല്ല വെയിലാണ്. എന്നാൽ നോക്കാം അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെ വരെ നമ്മൾ എത്തുമെന്നുള്ളത് നോക്കാം. ആ ഓയിലേക്ക് ചെക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. എൻ്റെ വണ്ടിയുടെ പെട്രോളാണിതെല്ലാം. ആണിപ്പോൾ എൻ്റെ വണ്ടിയുടെ അവസ്ഥ. പെട്രോൾ ടാങ്കിൻ്റെ അടിയിലൊന്നൊരു ലീക്കാണ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. അങ്ങനെ എൻ്റെ വണ്ടി ചെക്ക് ചെയ്തു. വണ്ടിക്കകത്ത് അവർ സിസ്റ്റം ചെക്ക് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പാക്ക് ചെയ്യാണ്. വീണ്ടും ഇവിടെ നിന്ന് ബാംഗ്ലൂരിലോട്ടുള്ള യാത്ര തുടങ്ങി. ഇപ്പൊ ഞങ്ങള് വിരുദ്ധനഗറിലാണ്. വിരുദ്ധനഗർ ഇടേ വരുന്നില്ലടേ. അതെ, ഇത് കപ്പലണ്ടി മിഠായി എന്ന് നിശ്ചയും കപ്പലണ്ടി പിണ്ണാക്ക് കൂടെ മിക്സ് ആണ്. അവള് പറയണെന്ന് വെച്ചാൽ അതിന് നട്ട്സ് മിക്സ് ചെയ്തിട്ടുണ്ട്. റോഡിൽ ഒരു അമ്മച്ചി കയ്യും കാര്യം പിടിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. പറഞ്ഞു പിണ്ണാക്ക് തന്നെ. അപ്പൊ കപ്പലണ്ടി പിണ്ണാക്കയാണ് അവർക്ക് തിരുനെൽവേലിയിൽ നിന്ന് വാങ്ങിക്കാം.
എയർ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. ഇപ്പോൾ ഉള്ളത് വിരുദ്ധ നഗറിലാണ്. ചേട്ടൻ എനിക്ക് എയർ അടിച്ച് തരുന്നുണ്ട്. എയർ തീരെ കുറവായിരുന്നു, എയർ ഒട്ടും ഇല്ലായിരുന്നു വണ്ടിയിൽ, കുറവായിരുന്നു. ഇപ്പോൾ വിരുദ്ധ നഗറിൽ നിന്ന് വണ്ടിയിൽ എയർ അടിച്ചു. ഇന്ത്യൻ ഓയിലിൽ നിന്ന് പെട്രോൾ ഒടിച്ചിട്ട് നമ്മളിപ്പോൾ ഉള്ളത് KDFC കോഫിയാണ്. സ്ഥലത്തിൻ്റെ പേരറിയില്ല. ഡിണ്ടിഗൽ കഴിഞ്ഞിട്ടാണ്. നല്ല അടിപൊളി കോഫിയായിരുന്നു. ഞങ്ങൾ വരുന്ന വഴിയിലെല്ലാം നിറയെ ബോർഡുകളായിരുന്നില്ലേ. അപ്പോൾ ഇത്രയും വലിയ തിരക്കുണ്ടാവുന്ന പ്രതീക്ഷയില്ല. നല്ല തിരക്കുള്ളൊരു ഷോപ്പാണ്. ഞങ്ങളുടെ വണ്ടിയാണ്, 3 പേരുടെയും വണ്ടി. ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ശ്രീ ബാലാജി ഭവനിൽ ചെന്ന് ഞങ്ങൾ നല്ല തൈര് സാദം മേടിച്ച് കഴിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ നേരെ ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തണം എന്നുള്ളൊരു ഓരോ സമയം നമ്മൾ വരുമ്പോഴത്തേക്കും ഞങ്ങൾ ലേറ്റായി വരുന്നുണ്ട്. പക്ഷേ നമ്മൾ വീണ്ടും തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ബാംഗ്ലൂർ വരെ എത്തുമെന്നുള്ളത്. ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇതിപ്പം ബാംഗ്ലൂരോട്ട് പോകുന്ന വഴിയാണ്. ഇനിയൊരു 4 മണിക്കൂർ കൂടെ ഉണ്ട് ബാംഗ്ലൂർ എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു കരിപ്പൊട്ടി കാപ്പി കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുന്നു. കൊഞ്ചം എനക്കറിയാല്ല തമിഴ്. ഇന്ന് നീ വായിച്ചത് എങ്ങനെ? വായിക്കറിയാം. തമിഴ് അറിഞ്ഞൂടാത്ത ഞങ്ങള് വേണ്ട ഇവിടെ വന്നിരുന്നുണ്ട് തമിഴില് സംസാരിക്കണം. ഞങ്ങളിപ്പോൾ ഉള്ളത് നയാര പമ്പാണ്. ഏകദേശം സേലത്തിനടുത്ത് എത്തിക്കഴിഞ്ഞു. ഇനി കുറച്ച് ദൂരം കൂടെ പോയാൽ ഞങ്ങൾക്ക് ബാംഗ്ലൂരാവും. ഒരു പവർ നാപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്നതാണ്. അപ്പോൾ ഇവരൊന്ന് പവർ നാപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോവും. ഇനി ഒരു 150 കിലോമീറ്ററിനകത്ത് ഒരു 130 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കിനി പോകാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 150 കിലോമീറ്ററേ ഉള്ളൂ ഞങ്ങൾക്ക് എത്താൻ. ആ 150 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ ബാംഗ്ലൂർ ചെന്ന് സെറ്റായിട്ട് നാളെ റെസ്റ്റാണ്. വണ്ടിയൊന്ന് സർവീസിന് കൊടുക്കണം നിഷിയുടെ. പിന്നെ എൻ്റെ വണ്ടിയിൽ ഒരു ബോക്സ് കയറ്റണം. ഇതൊക്കെ കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ ഞങ്ങൾ ഹൈദരാബാദിലോട്ട് തിരിക്കും.